പിണ്ടിമന കുളങ്ങാട്ടുകുഴിയിൽ കടുവയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൂട് സ്ഥാപിച്ച് വന്യജീവിയെ പിടികൂടണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ആവശ്യപ്പെട്ടു. പശുവിന്റെ ജഡാവശിഷ്ടം ഭക്ഷിക്കാൻ കടുവ വീണ്ടും വരുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് വനം വകുപ്പ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളെ പ്ലാന്റേഷനിലേക്ക് കടത്തിവിടുന്നുമില്ല. വേട്ടാമ്പാറ കുഴിവാഴക്കാലായിൽ ചാക്കോയുടെ പശുവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. ഒരു ഭാഗം ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. കുളങ്ങാട്ടുകുഴിയിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള കോട്ടപ്പാറ പ്ലാന്റേഷനിലാണ് സംഭവമുണ്ടായത്. ഏതു സമയത്തും കടുവ നാട്ടിലേക്കിറങ്ങുവാനുള്ള സാധ്യതയിൽ നാട്ടുകാർ ആശങ്കാകുലരാണ്. പകൽ സമയത്താണ് കടുവ തങ്ങളുടെ വീടുകൾക്കടുത്തെത്തിയതെന്ന വസ്തുത നാട്ടുകാരിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളെയും മറ്റും വീടിന് പുറത്തിറക്കാൻ ഭയമാണെന്ന് പരിസരവാസികൾ പറഞ്ഞു. വന്യജീവികളുടെ ആക്രമണം തങ്ങൾക്ക് നേരെയുണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഒന്നടങ്കം ഉന്നയിക്കുന്നത്. കാട്ടാന ശല്യം മൂലം പൊറുതിമുട്ടിയവർക്കാണ് ഇപ്പോൾ കടുവാ ഭീതിയും ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്ത് കടുവയെ കൂടുവെച്ച് പിടികൂടി പ്ലാന്റേഷനിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ആവശ്യപ്പെട്ടു. മെമ്പർമാരായ CB പോൾ, ബേസിൽ എൽദോസ് എന്നിവരും മറ്റു പൊതുപ്രവർത്തകരും പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു. 100 മീറ്റർ അകലത്തിൽ ഒരു പശുവിനെ മേയാനായിട്ട് അയച്ചു വിട്ടിരുന്നതാണ്. കുഴിമാടക്കാലായിൽ ചാക്കോ എന്ന് പറഞ്ഞ ചേട്ടന്റെ പശുവാണ്. രാവിലെ ആ ചേട്ടൻ പശുവിനെ കറന്ന് പറമ്പിൽ അഴിച്ചു വിട്ടതാണ്. ആ സാഹചര്യത്തില് പശുവിനെ പശുവിനെ കെട്ടാനായിട്ട് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാതെ വന്നപ്പോൾ ഫോറസ്റ്റ് ഏരിയയിൽ അന്വേഷിച്ചപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് പശുവിനെ വന്യമൃഗ ആക്രമണത്താൽ ചത്തുകിടക്കുന്ന ഒരു സാഹചര്യം കാണാനായിട്ടില്ലേ. പകല് സമയത്താണ്, ഒരു 10, 10:30, 11 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് കടുവയോ പുലിയോ ആകാമെന്നുള്ള നിഗമനത്തിലാണ് നിൽക്കുന്നത്. ആണോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ മുമ്പോട്ട് പോയാൽ വേട്ടമ്പാറ നിവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അടിയന്തരമായി ഇതിന് ഒരു ഇടപെട്ട് ഇപ്പോൾ പുലിയോ കടുവയാണ് എങ്കിൽ അതിനെ കൂടുവെച്ച് പിടിക്കുവാനുള്ള ഒരു സാഹചര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ടാകണമെന്നാണ്. പശുവിന്റെ ജഡം പ്ലാന്റേഷനിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. അവശിഷ്ടം ഭക്ഷിക്കാൻ കടുവ വീണ്ടും എത്തുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇത് കണക്കിലെടുത്ത് വനപാലകരുടെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടുവ തന്നെയാണോ പശുവിനെ കൊന്നതെന്ന് ഉറപ്പാക്കാൻ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടപ്പാറ പ്ലാന്റേഷനിൽ കടുവയുണ്ടെന്ന് വനം വകുപ്പ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ജനവാസ മേഖലകളോട് ചേർന്ന് ഇവയുടെ സാന്നിധ്യം ഗുരുതര സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പും കുഴിവാഴക്കാലായിൽ ചാക്കോയുടെ പശുവിനെ കടുവ പിടിച്ചിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഐനിച്ചാൽ ഭാഗത്തും കടുവ പശുവിനെ ആക്രമിച്ച് മൃതപ്രായനാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം വാവേലി സ്വദേശിയുടെ പോത്തിന് നേരെയും ആക്രമണമുണ്ടായി. GTV ന്യൂസ്, കോതമംഗലം.